ഗ്ലോബ് ഭൂമിയാണെന്ന് വിചാരിക്കൂ. ടോർച്ചിനെ സൂര്യനായി സങ്കല്പിക്കാം. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറയാമോ? ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം പതിക്കുന്ന ഭാഗങ്ങളിൽ പകലും വെളിച്ചം പതിക്കാത്ത ഭാഗങ്ങളിൽ രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമി കറങ്ങുമ്പോൾ വെളിച്ചവും ഇരുട്ടും മാറി മാറി വരുന്നു. ഇങ്ങനെയാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. ഈ പരീക്ഷണം പന്തും ടോർച്ചും ഉപയോഗിച്ച് കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. കണ്ടെത്തിയ കാര്യങ്ങൾ പരിസര പുസ്തകത്തിൽ എഴുതുമല്ലോ. ഭൂമിയുടെ ചിത്രത്തിൽ നമ്മുടെ രാജ്യത്തെ കണ്ടല്ലോ. ഗ്ലോബ് നിരീക്ഷിച്ച് ഇന്ത്യയുടെ സ്ഥാനം കണ്ടെത്തുക. ഇനിയൊരു വീഡിയോ കണ്ടാലോ? കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അവർ തുള്ളിച്ചാടി. ടീച്ചർ അവരെ സ്മാർട്ട് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത് എങ്ങനെയെന്ന വീഡിയോ കാണിച്ചു കൊടുത്തു. വർണ്ണം വിതറി വിതറി. അവരെല്ലാവരും ക്ലാസ്സിൽ തിരിച്ചെത്തി. മേശപ്പുറത്തിരിക്കുന്ന ഗ്ലോബ് തിരിച്ചു നോക്കിയപ്പോൾ കുമാറിനും റഫീഖിനും കൗതുകമായി. കുമാർ: ഇതിൽ പല നിറങ്ങളുണ്ടല്ലോ. മഞ്ഞ, ചുവപ്പ്, പച്ച, നീല. ഓരോ നിറത്തിനു മുകളിലും എന്തൊക്കെയോ എഴുതിയിട്ടുമുണ്ടല്ലോ. റഫീഖ്: ശരിയാ, നല്ല ഭംഗി. പക്ഷേ കൂടുതൽ ഭാഗത്തും നീല നിറമാണല്ലോ. സംശയം ടീച്ചറോട് ചോദിക്കാൻ അവർ തീരുമാനിച്ചു. ടീച്ചർ വന്നയുടൻ അവർ ചോദിച്ചു. കുട്ടികളോട് മറ്റ് ചില ചോദ്യങ്ങൾ ടീച്ചർ ചോദിച്ചു. നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. കടലിന്റെ നിറം എന്താണ്? കുട്ടികൾ പറഞ്ഞു നീല നിറം. ഇനി പറയൂ, ഗ്ലോബിന്റെ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താകും? കടൽ. ഉത്തരം ഒരുമിച്ചായിരുന്നു. ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബിൽ നീല നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കടലാണ്. മറ്റു ചില നിറങ്ങളിൽ കാണിച്ചിരിക്കുന്നത് കരഭാഗങ്ങളും. ഭൂമിയിൽ കടൽ ഭാഗത്തിന്റെ പകുതിയെ കരഭാഗമുള്ളൂ. ഇത് വായിച്ചപ്പോൾ റഫീഖിന് വീണ്ടും സംശയമുണ്ടായി. അവൻ ഗ്ലോബ് തിരിച്ചു നോക്കി. കരഭാഗത്തിന്റെ ഇരട്ടി കടൽ, കടൽ ഭാഗത്തിന്റെ പകുതി കര എന്നിവ സങ്കല്പിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല. സംശയമായി അവൻ ടീച്ചറുടെ അടുത്തെത്തി. എല്ലാവർക്കും ടീച്ചർ ഓരോ പേപ്പർ നൽകി. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു നോക്കൂ. കയ്യിലുണ്ടായിരുന്ന പേപ്പർ ടീച്ചർ 3 തുല്യ ഭാഗങ്ങളാക്കി മടക്കി. റസിയെ പേപ്പർ മടക്കാൻ വിദ്യ സഹായിച്ചു. മടക്കിയ പേപ്പർ നിവർത്തിക്കോളൂ. എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങൾ, എല്ലാവരും പറഞ്ഞു. നിറം നൽകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പേപ്പറിന്റെ 2 ഭാഗങ്ങൾക്കും നീല നിറവും ഒരു ഭാഗത്തിന് മറ്റൊരു നിറവും നൽകൂ. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഭൂമിയുടെ ആകെ വലിപ്പമാണെന്ന് സങ്കല്പിക്കുക. നീല നിറമുള്ള 2 ഭാഗം കടലും മറ്റൊരു നിറത്തിലുള്ള ഒരു ഭാഗം കരയുമാണ്. ഹോ, കടലിന്റെ വലിപ്പം എത്രയാ? റഫീഖ് അത്ഭുതപ്പെട്ടു. ഭൂമിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അത്രയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഗോളമാണ് നമ്മുടെ ഭൂമി. ഉയർന്ന ക്ലാസ്സുകളിൽ ഭൂമിയുടെ രസകരമായ മറ്റു വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഭൂമി സംരക്ഷിക്കേണ്ടത് നാം തന്നെ.